പേജ് നമ്പർ 56 മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. പ്രൂവ് ദാറ്റ് എനി പാരലോഗ്രാം വിച്ച് ഈസ് നോട്ട് എ റെക്റ്റാങ്കിൾ ഈസ് നോട്ട് എ സൈക്ലിക്. പ്രൂവ് ദാറ്റ് എനി പാരലോഗ്രാം, ഏതെങ്കിലും ഒരു പാരലോഗ്രാം അത് റെക്റ്റാങ്കിൾ അല്ലെങ്കിൽ അത് സൈക്ലിക് അല്ല എന്ന് നമുക്ക് പ്രൂവ് ചെയ്യണം. ഇവിടെ നമ്മൾ ABCD എന്ന് പറയുന്ന ഒരു പാരലോഗ്രാം നമ്മൾ വരച്ചു. അവിടെ സൈക്ലിക് ആകണമെങ്കിൽ ആംഗിൾ എയും ആംഗിൾ സിയും കൂടി കൂട്ടണമെങ്കിൽ ഓപ്പോസിറ്റ് സൈഡുകൾ കൂട്ടുമ്പോൾ എന്താ വരണം? 180 വരണം അല്ലേ? അതല്ലേ നമ്മൾ നേരത്തെ പഠിച്ച റൂള്. ഇഫ് ഇറ്റ് ഈസ് സൈക്ലിക് ആംഗിൾ എ പ്ലസ് ആംഗിൾ സി ഇസ് ഈക്വൽ ടു 180 ഡിഗ്രി. ആംഗിൾ എയും ആംഗിൾ സിയും കൂട്ടുമ്പോൾ 180 ഡിഗ്രി വരണം. അപ്പോൾ ഒരു ആംഗിൾ എത്രയാവും? 180ൻ്റെ പകുതി എത്രയാ? 90 അല്ലേ? അപ്പോൾ ആംഗിൾ എയും 90 വരണം, ആംഗിൾ സിയും 90 ഡിഗ്രി വരണം. വേറെ ഏതെങ്കിലും ആവുമോ? ഇപ്പോൾ 130 150 എന്ന് കൊടുക്കാൻ പറ്റുമോ? 120 60 എന്ന് കൊടുക്കാൻ പറ്റുമോ? പറ്റത്തില്ല. എന്താ കാര്യം? 180യുടെ പകുതി എത്രയാ? 90 അല്ലേ കൊടുക്കാൻ പറ്റൂ. ഇപ്പോൾ വേറൊരു ആംഗിൾ 30 തന്നിരുന്നെങ്കിൽ നമുക്ക് 150 എന്ന് എടുക്കാം, അല്ലെങ്കിൽ 20 തന്നിരുന്നെങ്കിൽ നമുക്ക് 160 എന്ന് എടുക്കാം. പക്ഷേ ഇവിടെ അങ്ങനെ പറ്റത്തില്ല. അപ്പോൾ നമുക്ക് എങ്ങനെ എടുക്കാൻ പറ്റൂ? 90 എന്ന് എടുക്കാൻ പറ്റും. അങ്ങനെ 90 എന്ന് വരുവാണെന്നുണ്ടെങ്കിൽ സിന്നും ഡിന്നും എല്ലാം പെർപെൻഡിക്കുലർ ആയിട്ടല്ലേ വരത്തുള്ളൂ. ആ ആംഗിൾ എല്ലാം എത്ര ഡിഗ്രി വെച്ച് മാറണം? 90 ഡിഗ്രി വെച്ച് മാറണ്ടേ? അപ്പോൾ അതെന്തായിട്ട് മാറും? 90 ഡിഗ്രി വെച്ചാണ് നമ്മൾ വരയ്ക്കുന്നതെങ്കിൽ ആ പോളിഗൺ അതെന്തായിട്ട് മാറും? റെക്റ്റാങ്കിളായി മാറും അല്ലേ? അപ്പോൾ ആ പാരലോഗ്രാം എന്താക്കി മാറ്റി? നമ്മൾ റെക്റ്റാങ്കിളാക്കി 90 ഡിഗ്രി വെച്ച് വരച്ച് റെക്റ്റാങ്കിളായി മാറുമ്പോഴേ അതിൻ്റെ ഓപ്പോസിറ്റ് ആംഗിളുകൾ എന്തായിട്ട് മാറൂ? 180 ഡിഗ്രി ആയിട്ട് മാറൂ. ആ പാരലോഗ്രാം എന്തായി മാറും? റെക്റ്റാങ്കിളായി മാറും. അപ്പോൾ നമുക്ക് എഴുതാം, സോ എ പാരലോഗ്രാം which is not a cyclic is not a rectangle. ഇപ്പോൾ ഏതൊരു പാരലോഗ്രാം, അതല്ലേ അവർ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് പറയാം hence it is proved. നാലാമത്തെ ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ നേരത്തെ ഒരു ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ട്. ഐസോസിലസ് ട്രപ്പേസിയം എന്ന് പറയുന്നത് എന്താണെന്ന്? സൈക്ലിക് ആണെന്ന്. ഇൻട്രൊഡക്ഷൻ എല്ലാവരും എടുത്ത് നോക്കണം. ആ പ്രീവിയസ് ക്വസ്റ്റ്യൻ ഒന്ന് എടുത്ത് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഐസോസിലസ് ട്രയാങ്കിൾ എന്ന് പറയുന്നത് എന്താണെന്ന്, സൈക്ലിക് ആണെന്നുള്ളതുണ്ട്. അപ്പോൾ അതിൽ നമ്മൾ എടുക്കുന്നത് ABയും CD-യും പാരലലാണ് നമ്മൾ എടുക്കുന്നുണ്ട്. അതിൽ ക്വസ്റ്റ്യൻ എടുത്ത് വെച്ചിട്ട് വേണം നോക്കാൻ എല്ലാവരും. ഐസോസിലസ് ഇൻട്രൊഡക്ഷനിൽ മൂന്നാമത്തെ പിക്ചർ. അപ്പോൾ ABCD എന്ന് പറയുന്നത് പാരലാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എയും ഡിയും കൂടി ആഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടും നമുക്ക്? ഐസോസിലസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് സൈഡ് എന്തായിരിക്കും? ഈക്വൽ ആയി. ഈ രണ്ട് സൈഡും ഈക്വൽ ആണെങ്കിൽ ഇവിടുത്തെ ഓപ്പോസിറ്റ് ആംഗിളുകൾ എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. ഇതാണ് ഐസോസിലസിൽ വരുന്നത്. ഇതെന്താണ്? ഐസോസിലസ് അല്ല. കാരണം ഈ സൈഡും എന്തല്ല? ഈക്വൽ അല്ല. ഈക്വൽ അല്ലാത്തത് കൊണ്ട് ഇത് രണ്ടും എന്തല്ല? ഓപ്പോസിറ്റ് അല്ല. ആംഗിളുകൾ എന്തല്ല? ഈക്വൽ അല്ല. അപ്പൊ ഇവിടെ നമുക്ക് എഴുതാം ADക്ക് നോട്ട് ഈക്വൽ ആണ് ആര്? BC. അതുകൊണ്ട് ആംഗിൾ എക്ക് നോട്ട് ഈക്വൽ ആണ് ആംഗിൾ B എന്ന് പറയുന്നത്. കാരണം എന്താണ്? ഇത് രണ്ടിന്റെയും കാരണം എന്താണ്? നോട്ട് ഐസോസിലസ് ട്രയാങ്കിൾ. ഐസോസിലസ് ട്രപ്പേസിയം. ഇത് ഐസോസിലസ് ട്രപ്പേസിയം അല്ല. അങ്ങനെ വരുവാണെന്നുണ്ടെങ്കിൽ എയും ഡിയും എന്ന് പറയുന്നത് എന്താണ്? എയും ഡിയും കൂടി ആഡ് ചെയ്യുമ്പോൾ എത്ര വരും? 180 ആണ് വരുന്നത്. അപ്പൊ ഇവിടെ നമുക്ക് വരേണ്ടത് ഓപ്പോസിറ്റ് ആംഗിളുകളാണ്. ഈ സൈഡ് അല്ല വരേണ്ടത്, അഡ്ജസന്റ് അല്ല വരേണ്ടത്. ഓപ്പോസിറ്റ് ആംഗിളുകൾ എത്ര വരണം? 180 വരണം. അങ്ങനെ വരുവാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഓപ്പോസിറ്റ് ആരൊക്കെയാണ് കിടക്കുന്നത്? ബിയും ഡിയും. ഇവിടെ കിടക്കുന്നത് ആംഗിൾ എ അല്ലേ? പക്ഷെ ഇവിടെ എക്ക് പകരം നമുക്ക് ഇവിടെ ബി എടുത്ത് കൊടുക്കാൻ പറ്റുമോ? നേരത്തെ നമ്മൾ അങ്ങനെയാ ചെയ്ത ഐസോസിലസിൽ. കാരണം ഇവിടെ എന്തല്ല? എയും ബിയും ഈക്വൽ അല്ല. അപ്പൊ നമുക്ക് ഇവിടെ എടുത്ത് ബി കൊടുക്കാനും പറ്റത്തില്ല. അപ്പൊ നമുക്ക് എന്ത് പറയാം? ആംഗിൾ ബിയും പ്ലസ് ആംഗിൾ ഡിയും നോട്ട് ഈക്വൽ ആണ് ആർക്ക്? 180ക്ക്. ആംഗിൾ ബിയും ആംഗിൾ ഡിയും നോട്ട് ഈക്വൽ ആണ് 180. അതുകൊണ്ട് നോൺ ഐസോസിലസ് ട്രപ്പേസിയം is not a cyclic. Hence it is proved. നമുക്ക് ഓപ്പോസിറ്റ് ആംഗിളുകൾ 180 ആണെന്ന് പ്രൂവ് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഇതെന്താണെന്ന് പറയാൻ നമുക്ക് നോൺ ഐസോസിലസ് എന്ന് നമുക്ക് പറയാം. തെറ്റല്ലേ പറഞ്ഞത്? ചെയ്ത് നോക്കിയാൽ മതി. ആ ഫിഗറുമായിട്ടൊന്ന് കമ്പയർ ചെയ്യുമ്പോൾ ക്ലിയർ ആവും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Vertices on a circle. Two of its vertices are joined to a point on the circle. ആദ്യത്തെ പിക്ചറിൽ
ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ വരച്ചിട്ടുണ്ട്. ഇതൊരു ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ആണ്. The vertices on a circle and two of its vertices are joined to point on the circle. അതിന്റെ രണ്ട് വെർട്ടിസസുകൾ ചേർത്തുകൊണ്ട് ജോയിന്റ് ചെയ്തുകൊണ്ട് ആ സർക്കിളിലേക്ക് മുട്ടിയിട്ടുണ്ട്. In the second picture, square is drawn with the vertices on a circle and two of its vertices are joined on point on the circle. ഇതൊരു സർക്കിൾ സ്ക്വയർ ആണ്. അതിന്റെ വെർട്ടിസസുകളും സർക്കിളിൽ മുട്ടിയിട്ടുണ്ട്. അതിനെ രണ്ടിനെയും ആ വെർട്ടിസസിൽ നിന്ന് ജോയിന്റ് ചെയ്ത് സർക്കിളിൽ മുട്ടിച്ചിട്ടുണ്ട്. ക്ലിയർ അല്ലേ? ഇതാണ് ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത്. ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നേ ഉള്ളൂ. ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ഇൻ പിക്ചർ കാൽക്കുലേറ്റ് ദി ആംഗിൾ മാർക്ക്. ഇൻ പിക്ചർ കാൽക്കുലേറ്റ് ദി ആംഗിൾ മാർക്ക്. ആ ആംഗിൾ മാർക്ക് ചെയ്തത് കണ്ടുപിടിക്കാം. ഇതാണ് നമ്മൾ കണ്ടിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. സിമ്പിൾ. നോക്കിയേ, അവർ ആദ്യം നമുക്ക് പറഞ്ഞിട്ടുണ്ട്. കണ്ടേ, ഇവിടെ നമുക്ക് പേര് കൊടുക്കാം. ഒരു ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ആണ്. എന്താണെന്ന്? അത് ഏതാ ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ? ഇതാ ഇവിടെ എ, ഇത് ബി, ഇത് സി. ഇത് ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ അല്ലേ? അപ്പൊ നമുക്ക് പറയാം ട്രയാങ്കിൾ എ ബി സി ഇസ് എ ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇക്വിലാറ്ററൽ ട്രയാങ്കിളിന്റെ പ്രത്യേകത എന്താ? 60 ആണ്. അപ്പൊ ഇവിടെ 60. അവർ ആംഗിൾ ഒന്നും തന്നിട്ടില്ല, നമ്മൾ എടുക്കുകയാണ്. ഇവിടെ 60, അതേപോലെ ഇവിടെയും 60 അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആംഗിൾ എക്ക് ഈക്വൽ ആണ് ആംഗിൾ ബിക്ക് ഈക്വൽ ആണ് ആംഗിൾ സി. ദാറ്റ് ഈസ് 60°. ഇതൊക്കെ കത്തണം കേട്ടോ നിങ്ങൾക്ക്, മനസ്സിലായി? അങ്ങനെ 60 ആയി. അങ്ങനെ 60 ആയി കഴിയുമ്പോൾ നമ്മൾ ഇവിടെ എങ്ങനെ നോക്കിയേ, ഇവിടെ എ ബി, ഇവിടെ സി, ഇവിടെ ഡി എന്ന് കൊടുത്തു കഴിഞ്ഞാൽ എ ബി സി ഡി എന്ന് പറയുന്നത് എന്താണ്? ഒരു സൈക്ലിക് അല്ലേ? അല്ലേ? അപ്പൊ നമുക്ക് എഴുതിക്കൂടെ? എ ബി സി ഡി ഇസ് എ സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ എന്ന് പറഞ്ഞൂടെ? എ ബി സി ഡി എന്ന് പറയുന്നത് എന്താണ്? സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ ആണ്. ശ്രദ്ധിച്ചോ? അറിയാവുന്ന കാര്യമല്ലേ? കാരണം 4 മൂല എന്ത് ചെയ്തിരിക്കുന്നു? സർക്കിളിൽ തട്ടിയിരിക്കുന്നു. അതുകൊണ്ട് സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ എന്ന് പറയാം. അങ്ങനെ സൈക്ലിക് ആയാൽ ഈ ആംഗിളും ഈ ആംഗിളും കൂടി എത്രയാകും? അപ്പൊ നമുക്ക് പറയാം സോ ആംഗിൾ എ പ്ലസ് ആംഗിൾ ഡി ഇസ് ഈക്വൽ ടു 180 എന്ന് പറയാം. ആംഗിൾ എ എത്രയാണ്? 60° പ്ലസ് ആംഗിൾ ഡി ഇസ് ഈക്വൽ ടു 180. അപ്പൊ ആംഗിൾ ഡി എത്രയായിരിക്കും? 180 മൈനസ് 60 ദാറ്റ് ഈസ് 120. അപ്പൊ അവർ അടയാളപ്പെടുത്തിയ ആദ്യത്തെ ആംഗിൾ കിട്ടിയില്ലേ? സെറ്റ് അല്ലേ? ഇനി രണ്ടാമത്തെ ഫിഗർ നോക്ക്. ക്ലിയർ അല്ലേ? അത് രണ്ടാമത്തെ ഫിഗർ ഇതേപോലെ തന്നെ നമ്മൾ ആ പേര് കൊടുക്കുന്ന ഒരു സ്ക്വയർ ആണ് എ ബി സി ഡി. അപ്പൊ നമുക്ക് പറയാം എ ബി സി ഡി ഇസ് എ സ്ക്വയർ അല്ലേ? സ്ക്വയറിന്റെ പ്രത്യേകത എന്താ? ഈ ആംഗിൾ എത്ര ആയിരിക്കും? 90°. ഈ ആംഗിളും 90°, ഈ ആംഗിളും 90°, ഈ ആംഗിളും. അപ്പൊ നമുക്ക് പറയാം ആംഗിൾ എ ആംഗിൾ എക്ക് ഈക്വൽ ആണ്, ആംഗിൾ ബി ഈക്വൽ ആണ്, ആംഗിൾ സി ഈക്വൽ ആണ്, ആംഗിൾ ഡി ദാറ്റ് ഈസ് 90°. അല്ലേ? ഇനി നമ്മൾ ഇങ്ങനെ ഒന്ന് മുറിക്കുന്നു. ഇതിന് ഈ 90° ഇങ്ങനെ നടുക്കൂടെ ഒന്ന് മുറിക്കും. ഇങ്ങനെ മുറിക്കുമ്പോൾ ഇത് എത്ര വരും? 45 അല്ലേ വരുന്നത്? അപ്പൊ നമുക്ക് പറയാം ഒരു ട്രയാങ്കിളും കിട്ടിയില്ലേ? ഏതാ ട്രയാങ്കിൾ? ട്രയാങ്കിൾ എ ഡി സി. ട്രയാങ്കിൾ എ ഡി സി. ട്രയാങ്കിൾ എ ഡി സിയിൽ ആംഗിൾ ഡി എ സി ഈക്വൽ ടു എത്ര കിട്ടി? 45°. സെറ്റ് അല്ലേ? ഇനി നോക്കി ഒരു ക്വാഡ്രിലാറ്ററൽ കാണുന്നുണ്ടോ നോക്കി. ഇത് വെച്ചിട്ട് എയും ഡിയും സിയും ഇവിടെ ഇ എടുക്കാം. ഇതൊരു ക്വാഡ്രിലാറ്ററൽ അല്ലേ? അല്ലേ? എ ഡി ഡി ഇ സി എ സി ഇതിന്റെ എല്ലാം വെർട്ടിസസ് സർക്കിളിൽ തട്ടിയിരിക്കുമല്ലേ? അപ്പൊ അതൊരു കോഡിൽ സൈക്ലിക് അല്ലേ? അപ്പൊ നമുക്ക് എങ്ങനെ പറയാം? എ ഡി ഇ സി സെറ്റല്ലേ? കണ്ട സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ. കണ്ടോ? എവിടെയാണ്? 4 സൈഡും ഉണ്ടല്ലോ, സൈക്ലിക് ആണല്ലോ. അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാം എന്ത് പറയാം? സൈക്ലിക് ആണെന്നുണ്ടെങ്കിൽ ഈ സൈഡും ഈ സൈഡും എന്തായിരിക്കും? 180 അല്ലേ? അപ്പൊ ആംഗിൾ എ പ്ലസ് ആംഗിൾ ഇ ഈക്വൽ ടു 180. ആംഗിൾ എ എത്രയാണ്? 45° ആണ്. ആംഗിൾ ഇ ഈക്വൽ ടു 180. അപ്പൊ ആംഗിൾ ഇ കണ്ടുപിടിക്കണം. എന്ത് ചെയ്താൽ മതി? 180യിൽ നിന്ന് 45 കുറയ്ക്കണം. എത്ര കിട്ടും? 180യിൽ നിന്ന് 45 കുറയ്ക്കുമ്പോ 180ൽ നിന്ന് 40 കുറയ്ക്കുമ്പോ 140. 140ൽ നിന്ന് 5 കുറയ്ക്കുമ്പോ 135. അപ്പൊ ആൻസർ 180°. രണ്ട് ആംഗിളും കിട്ടിയില്ലേ? എഴുതിയോ?
പേജ് നമ്പർ 56 ആറാമത്തെ ക്വസ്റ്റ്യനിലെ ഫസ്റ്റ് പിക്ചർ ആണ് ഇത് പറഞ്ഞിരിക്കുന്നത്. ദ പിക്ചർ ബിലോ ടു സർക്കിൾ ഇന്റർസെക്ട് അറ്റ് പി ആൻഡ് ക്യൂ ലൈൻസ് ത്രൂ ദീസ് പോയിന്റ്സ് മീറ്റ് ദ സർക്കിൾ അറ്റ് എ ബി സി ഡി. ദ ലൈൻ എ സി ആൻഡ് ബി ഡി ആർ നോട്ട് പാരലൽ. എ സിയും ബി ഡിയും എന്തല്ല, പാരലൽ അല്ല. പ്രൂവ് ദാറ്റ് ദീസ് ലൈൻസ് ആർ ഓഫ് ഈക്വൽ ലെങ്ത്. പക്ഷെ ഇത് ഈക്വൽ ലെങ്ത് ആണെന്ന് പ്രൂവ് ചെയ്യണം. then ABDC is a cyclic quadrilateral. അങ്ങനെയാണെങ്കിൽ ABDC ഒരു സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ ആണെന്ന് പ്രൂവ് ചെയ്യണം. ശ്രദ്ധിച്ചാൽ ഇങ്ങോട്ട് സംഭവം സിമ്പിൾ ആണ്. ഈ പിക്ചർ ശ്രദ്ധിച്ചിരിക്കണം. അടുത്ത പിക്ചർ നിങ്ങൾക്കുള്ള ഹോംവർക്കാണ്, സ്വന്തമായിട്ട് ചെയ്യാനുള്ളത്. അതുകൊണ്ട് ശ്രദ്ധിച്ചിരിക്കണേ എല്ലാവരും. ഇവിടെ നോക്കിയേ, ഇവിടെ നമ്മൾ ഇതൊന്ന് ജോയിൻ ചെയ്യും. ഇങ്ങനെ ജോയിൻ ചെയ്തപ്പോ നമുക്ക് എന്ത് കിട്ടി? ഇവിടെ ഇതൊരു കോഡിലാറ്ററൽ, ഇതൊരു കോഡിലാറ്ററൽ. രണ്ട് കോഡിലാറ്ററൽ കിട്ടിയില്ലേ? ഏതൊക്കെ കോഡിലാറ്ററൽ കിട്ടി? നമുക്ക് ആദ്യം PQBA എന്ന് പറയുന്ന ഒരു കോഡിലാറ്ററൽ കിട്ടിയില്ലേ? അപ്പൊ PQBA എന്ന് പറയുന്ന കോഡിലാറ്ററലിനെ ആംഗിൾ എ നമ്മൾ എക്സ് ആയിട്ട് എടുക്കും. എത്ര ആയിട്ട് എടുക്കുന്നു? എക്സ് ആയിട്ട് എടുത്താൽ Q എന്തായിരിക്കും? 180 മൈനസ് രണ്ടും കൂടി കൂട്ടുമ്പോ എത്രയാന്നാ പറഞ്ഞേ? നമ്മൾ എന്തെടുത്തു? ആംഗിള് എക്സ്, ക്യൂ എന്തെടുത്തു? 180 മൈനസ് എക്സ്. എന്താ കാര്യം? സൈക്ലിക് ക്വാഡ്രിലാറ്ററലിലെ 4 വെർട്ടിസസ് എവിടെ വന്നിരിക്കുന്നു? സർക്കിളിൽ വന്നിരിക്കുന്നു അല്ലേ? അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ എക്സ് എന്ന് എടുത്തു, ഇവിടെ 180 മൈനസ് എടുത്തു. അങ്ങനെയാണെങ്കിൽ ഇവിടെ 180 മൈനസ് എക്സ് ആണെങ്കിൽ ഇവിടെ എന്തായിരിക്കും? എന്തായിരിക്കും? എക്സ് ആയിരിക്കും. ഇവിടെ എന്തായിരിക്കും? എക്സ്. കാരണം എന്താ? ലീനിയർ പെയർ അല്ലേ? അല്ലേ? അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇവിടെ എന്തായിരിക്കും? 180 മൈനസ്. സംഭവമൊക്കെ മനസ്സിലായോ? അപ്പൊ നമ്മൾ ആദ്യം എന്ത് എഴുതുന്നു? APBQ അല്ലെങ്കിൽ ABPQ. ABPQ ഇസ് എ കോഡിലാറ്ററൽ അല്ലേ? ഇസ് എന്താണ്? സൈക്ലിക് കോഡിലാറ്ററൽ. കാരണം 4 വെർട്ടിസസ് എവിടെ ഉണ്ട്? അങ്ങനെയാണെങ്കിൽ ആംഗിൾ എ നമ്മൾ എന്തെന്നെടുക്കുന്നു? ആംഗിൾ എ is equal to എക്സ്. അങ്ങനെയാണെങ്കിൽ ആംഗിൾ PQB, ആംഗിൾ PQB. ഞാൻ അകത്തോട്ടല്ലേ പോയിരിക്കുന്നത്. അകത്തോട്ട് പോകുമ്പോ അകത്തോട്ട് തന്നെ ആംഗിൾ എടുക്കണം. അപ്പൊ എന്ത് വരും? 180 മൈനസ് എക്സ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആംഗിൾ PQD. വെളിയിലോട്ടല്ലേ പോയിരിക്കുന്നത്. ആംഗിൾ PQD എത്രയായിരിക്കും? എക്സ്. കാരണം എന്താ? ലീനിയർ പെയർ. അങ്ങനെ വരുവാണെങ്കിൽ ഈ ആംഗിൾ എങ്ങനെ എഴുതും? ആംഗിൾ PCD. ആംഗിൾ PCD എത്ര വരും? 180 മൈനസ് എക്സ്. കണ്ടോ? 180 മൈനസ് എക്സ്. അപ്പൊ ഇത് ഒരു സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ ആയില്ലേ? അപ്പൊ PCDQ നമുക്ക് എന്താന്ന് പറയാം? ഒരു സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ എന്ന് പറഞ്ഞൂടെ? ഇനി നോക്കിയേ, PCD ഒരു സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ ആണ് അല്ലേ? PCD2 is a cyclic. സെറ്റ് അല്ലേ? ഇനി നോക്കിയേ, ഇവിടെ എയും സിയും ആംഗിൾ എ പ്ലസ് ആംഗിൾ സി രണ്ടും കൂടി കൂട്ടുമ്പോ എത്ര കിട്ടുമെന്ന് നോക്കിയേ. ആംഗിൾ എയുടെ വാല്യൂ എക്സ് പ്ലസ് ആംഗിൾ സിയുടെ വാല്യൂ 180 മൈനസ് എക്സ്. ഇവിടുത്തെ പ്ലസ് എക്സ് മൈനസ് എക്സ് വെട്ടിപ്പോത്തില്ലേ? ബാക്കി ഇവിടെ ആംഗിൾ എയും ആംഗിൾ സിയും കൂടി കൂട്ടുമ്പോ എത്ര വരും? 180 വരത്തില്ലേ? എന്താ പ്രത്യേകത? 180 വന്നു കഴിഞ്ഞാൽ എന്താ പ്രത്യേകത? ഒന്ന് ആലോചിച്ച് നോക്കിയേ. അല്ല, ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഇതും 180, അഡ്ജസ്റ്റന്റ് സൈഡ് 180 വന്നാൽ 180 വന്നാൽ AC-യും BD-യും എന്തായിരിക്കും? പാരലൽ ആയിരിക്കും അല്ലേ? ട്രപ്പേസിയം, ആദ്യത്തെ ട്രപ്പേസിയം ഒന്ന് എടുത്തു നോക്കി എല്ലാവരും. മൂന്നാമത്തെ പിക്ചർ നമ്മൾ പഠിച്ചിട്ടുള്ളത് എന്തോ വന്നിട്ടുള്ള അഡ്ജസ്റ്റന്റ് സൈഡ് എന്താണ്? അഡ്ജസ്റ്റന്റ് സൈഡ് 180 ആണെങ്കിൽ കണ്ടോ? എന്താ? അഡ്ജസ്റ്റന്റ് സൈഡ് 180 ആണെങ്കിൽ അതിന്റെ ഈ സൈഡും എന്തായിരിക്കും? പാരലൽ ആണോ ഈക്വൽ ആണോ? ആണോ? ഇതൊന്ന് ചരിച്ചു വെച്ചിരിക്കുന്നതേ ഉള്ളൂ. ഇതിങ്ങനെ ട്രപ്പേസിയത്തെ ഇങ്ങനെ ഇരിക്കുന്നതേ ഉള്ളൂ. മനസ്സിലായോ? ഇങ്ങനെ ഒരു ട്രപ്പേസിയം ഇരിക്കുന്നതേ ഉള്ളൂ. കണ്ടോ? നമ്മളെ ട്രപ്പേസിയം ഇത് എന്ത് ട്രപ്പേസിയാ? നമ്മൾ നേരത്തെ വെച്ചില്ലേ? ചരിച്ചിരുന്നില്ലേ ട്രപ്പേസിയം? ഇങ്ങനെ ഇരുന്നില്ലേ ട്രപ്പേസിയം? ഇങ്ങനെ ട്രപ്പേസിയം ഇരുന്നില്ലേ? അപ്പൊ ഇവിടെ നമ്മൾ ഈ ആംഗിൾ ഈക്വൽ ആണെങ്കിൽ എന്താ നമ്മൾ എഴുതിയത് നേരത്തെ?
ബി സി ഡി. എന്താ എഴുതി നമ്മൾ നേരത്തെ? ബി സൈഡ് ഡി സൈഡ് 180 ആണെന്നുണ്ടെങ്കിൽ ഇത് എന്തായിരിക്കും? എ ബിയും സി ഡിയും എന്തായിരിക്കും? പാരലൽ. അങ്ങനെ ഒരാൾ ഇതിനെ ചരിച്ചു വെച്ചാൽ ഇത് എന്തായിരിക്കും? പാരലൽ വരുന്നേ അല്ലേ? അപ്പൊ നമുക്ക് പറയാം എ ബിയും സി ഡിയും എന്താണെന്ന് പറയാം? പാരലൽ. ക്ലിയർ ആയോ? ഈ ആംഗിളും ഈ ആംഗിളും ഫസ്റ്റ് ആ ഇൻട്രൊഡക്ഷനിലെ മൂന്നാമത്തെ പിക്ചർ നമ്മൾ ഒരു ഐസോസിലസ് ട്രപ്പേസിയം വരച്ചിട്ടുണ്ട്. അതിൽ നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട് എന്താ റൂള്? ഈ അഡ്ജസന്റ് സൈഡുകൾ ഈക്വൽ ആണെങ്കിൽ അതിന്റെ ഈ സൈഡുകൾ എന്തായിരിക്കും? പാരലൽ ആയിരിക്കും. എ ബിയും സി ഡിയും എന്തായിരിക്കും? പാരലൽ. ഇതിനെ ഒന്ന് ഫിഗറിൽ തിരിച്ചു വെച്ചിരിക്കുന്നതേ ഉള്ളൂ. ഇവിടെ എ വന്നു, ഇവിടെ ബി വന്നു, ഇവിടെ സി വന്നു, ഇവിടെ ഡി വന്നു. ഒന്ന് തിരിക്കുമ്പോ ഏതൊക്കെ ആംഗിളുകളാണ്? ഈ ആംഗിളും ഈ ആംഗിളും 180. കണ്ടോ? ഈ ആംഗിൾ 180 വന്നപ്പോൾ എ ബിയും സി ഡി എന്തായി? അപ്പോ സെറ്റായ എ ബി സി ഡി എന്തായി? അപ്പൊ നമുക്ക് പറയാം സോ എ ബി പാരലൽ ആണ് ആർക്ക്? സി ഡിക്ക്. സെറ്റ് അല്ലേ? അങ്ങനെ പാരലൽ വന്നു കഴിഞ്ഞാൽ ഇവിടെ അങ്ങനെ പാരലൽ വന്നപ്പോ എന്തായി? ഇത് എന്തായി? ഈക്വൽ ആയി. അപ്പൊ നമുക്ക് പറയാം എ സിയും ബി ഡിയും എന്താണെന്ന് പറയാം? ഈക്വൽ ആണെന്ന് പറയാം. അപ്പൊ എ സിക്ക് ഈക്വൽ ആണ് ആര്? ബി ഡി. അങ്ങനെ എ സിയും ബി ഡിയും ഈക്വൽ ആണെങ്കിൽ മക്കളെ ഇത് എന്ത് ട്രപ്പേസിയമാണ്? ഐസോസിലസ് ട്രപ്പേസിയമാണ് അല്ലേ? രണ്ട് സൈഡ് ഈക്വൽ അല്ലേ? അപ്പൊ നമുക്ക് പറയാം ഇതെന്താണ്? ഇറ്റ് ഈസ് എ isosceles then it is a cyclic. Isosceles trapezium ആണ് എന്തായിരിക്കും? സൈക്ലിക് ആയിരിക്കും. അപ്പൊ ഇതെന്താണ്? സൈക്ലിക് ആണ്. and it is true. മനസ്സിലായോ? സെറ്റ് അല്ലേ പറഞ്ഞ കാര്യം? ഈ കാണുന്നത് ആറാമത്തെ ക്വസ്റ്റ്യനിലെ രണ്ടാമത്തെ സെറ്റാണ്. ഇത് നിങ്ങൾക്കുള്ള ഹോംവർക്കാണ്. ഒന്ന് ചെയ്ത് നോക്കുക. കിട്ടുന്നില്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിച്ചാൽ മതി, നമുക്ക് ചെയ്യാം. ഒന്ന് പ്രാക്ടീസ് ചെയ്ത് ഇതേ മോഡൽ തന്നെയാണ്, ഒരു പിക്ചറും കൂടി വരുന്നതേ ഉള്ളൂ. എളുപ്പമാണ്. പ്രാക്ടീസ് ചെയ്താൽ നിങ്ങൾ പഠിച്ചെന്നാണ് അർത്ഥം. പിന്നെ അടുത്ത സെക്ഷൻ നമുക്ക് വീഡിയോയുമായി കണ്ടുമുട്ടാം. അതുവരേക്കും ബൈ.